BJP നേതാവ് ബി ഗോപാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നിർണായകമായ വഴിത്തിരിവെന്നാണ് SIT തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ഈ അയ്യന്റെ പൊന്ന് ആന്ധ്രയിൽ എത്തിക്കഴിഞ്ഞു എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുന്നു. അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി അങ്ങ് ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിലുമുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടന്നാൽ മാത്രമേ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ. ഈ അവകാശവാദങ്ങളൊക്കെ അവർ നടത്തുമ്പോഴും ഹൈന്ദവ സംഘടനകൾക്ക് ഇപ്പോഴും SITയിൽ വിശ്വാസമില്ല. അവർ CBI വരണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എങ്ങനെയാണ് ഈ ഒരു വാദത്തെ, ഈ ഒരു സാഹചര്യത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? CBI വരണം എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. കാരണം SIT എന്ന് പറയുന്നത് അന്നത്തെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടാണ്. ഇപ്പം SITയില് ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് അന്നത്തെ ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്നു. പക്ഷെ ഉദ്യോഗസ്ഥന്മാരും പ്രതികളും ഏതാണ്ട് ഒരേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് SITയിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷെ SITയെ ഹൈക്കോടതി ഒരു പരിധിവരെ ഹൈക്കോടതി SITയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് അവർ ചിലതൊക്കെ വിഴുങ്ങി ചിലതൊക്കെ ചെയ്യുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പ്രതികൾ, യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പിടിയിലായിട്ടില്ല, ജയിലിലും ആയിട്ടില്ല. കളവ് നടന്നു എന്നുള്ളത് വ്യക്തമാണ്, തട്ടിപ്പ് നടന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ തട്ടിപ്പുകാരെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൽ വിദഗ്ധമായ ഒരു അന്വേഷണമാണ്. തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നതിൽ വിദഗ്ധത ആണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഏർപ്പാടും അതേപോലെ തന്നെ നമ്മുടെ പോറ്റിയുടെ ഏർപ്പാടും ഈ പ്രശാന്തിന്റെ ഏർപ്പാടും ഒക്കെ SIT നേരത്തെ കണ്ടുപിടിക്കണ്ടേ? ഈ ഒരു അന്വേഷണം നടത്തും, അവിടെ പഴുതില്ലാതെ അന്വേഷിക്കണ്ടേ? ആ പഴുതില്ലാത്ത അന്വേഷണം നടത്താത്തത് കൊണ്ടാണ് കുറേശ്ശെ ഈ കാര്യങ്ങൾ വെളിയിൽ വരുന്നത്. ഇതൊന്നും ഇപ്പൊ വരേണ്ട കാര്യമല്ല. ഇതൊക്കെ അന്നത്തെ കാര്യത്തിൽ അന്ന് തന്നെ ഇതിന്റെയൊക്കെ അന്വേഷണം നടത്തി കാര്യങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ഇപ്പൊ കുറേശ്ശെ വെളിയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അന്വേഷണം പ്രോപ്പറാവാത്തത് കൊണ്ടാണ്. ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വരും. ഇത് ആന്ധ്രയിലല്ല, ആന്ധ്രയിൽ നിന്ന് മഹാരാഷ്ട്ര പോയി എന്ന് പറഞ്ഞിട്ട് വരും. കാരണം അന്വേഷണം എങ്ങനെയെങ്കിലും മരവിപ്പിക്കാനും അന്വേഷണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനും ഒക്കെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ ചില ആളുകൾ ചില തുമ്പ് തരുമ്പം അതിനകത്തുനിന്ന് കയറി പോകുന്നതാണ് ഈ അന്വേഷണം. ഒരു കാര്യമുണ്ട്, ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ച ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഘടകം, ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ്, അത് ഒരു ദേവസ്വം ബോർഡ് മാത്രമല്ല, എല്ലാ ദേവസ്വം ബോർഡും, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കാലഘട്ടത്തിലുള്ള ദേവസ്വം ബോർഡുകൾക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇതിനിടയിൽ ഇവര് ഈ കാലഘട്ടത്തിലൊക്കെ ഇവര് മാറി വന്നിട്ടുള്ള ആളുകളാണ്. ഒന്നുകിൽ അവർ കണ്ണടച്ചിട്ടുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്തതിൽ ഒപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ കുറ്റവാളികൾ തന്നെയാണ്. കണ്ണടയ്ക്കുന്നതും കുറ്റമാണ്, ഒപ്പം നിൽക്കുന്നതും കുറ്റമാണ്, കൂട്ടായ പ്രവർത്തനം നടത്തുന്നതും കുറ്റമാണ്. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡുകളിൽ കൃത്യമായ അന്വേഷണം ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയാൽ കൂടുതൽ തെളിവുകൾ വെളിവരും. ആ കൂടുതൽ തെളിവുകൾ വെളിവരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ പിക്ചർ കിട്ടുകയുള്ളൂ. ഇപ്പൊ ആന്ധ്രാപ്രദേശിലേക്ക് നീങ്ങിയിരിക്കുന്നത് യാതൊരു സംശയമില്ലാന്നേ, ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് ഈ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ട് വ്യാപകമായിട്ടുള്ള കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ഹിന്ദു ക്ഷേത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ കൊള്ളകൾ ഏത് ക്ഷേത്രമാണെങ്കിലും എത്ര ഉന്നതമായ ആളുകളാണെങ്കിലും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അത് വെളിയിൽ വരണം. അവിടെ ഉന്നതരെ സംരക്ഷിക്കാനുള്ള ഒരു ഏജൻസിയായി SIT മാറുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്, ഉന്നതരെ സംരക്ഷിക്കാനുള്ള ഒരു ഏജൻസിയാണ് SIT. അപ്പൊ എന്തായാലും കൂടുതൽ തെളിവുകൾ വെളിയിൽ വരട്ടെ, കൂടുതൽ അന്വേഷണം വരട്ടെ. യഥാർത്ഥ കൊള്ളക്കാരെ, യഥാർത്ഥ കള്ളന്മാരെ പിടിക്കേണ്ടത് ഹിന്ദു സമൂഹത്തിന് അനിവാര്യമാണ്. ആ കള്ളന്മാർ ആരുടെ കൂടെയുള്ള ആളായാലും ശരി, ക്ഷേത്രത്തെ കൊള്ള ചെയ്യുന്ന എത്ര വലിയ ഉന്നതനായാലും ആ ഉന്നതൻ, ക്ഷേത്രക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നവൻ, ക്ഷേത്രക്കൊള്ളയോടൊപ്പം നിൽക്കുന്നവൻ, ക്ഷേത്രക്കൊള്ളയ്ക്ക് നടക്കുമ്പോൾ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്നവൻ, അവനൊക്കെ ആരാണെങ്കിലും ശരി അവരെല്ലാം പ്രതികളായിട്ട് മാറ്റിയിരിക്കണം. അന്വേഷണം കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഇനി ഹൈക്കോടതിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. CBI അന്വേഷണം വേണം എന്ന് നേരത്തെ
ബഹുമാനപ്പെട്ട ശ്രീ വിജയ് തമ്പി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു CBI സെൻട്രലൈസ്ഡ് അന്വേഷണത്തിന് വേണ്ടി വേണ്ട സഹായം ഹൈക്കോടതി ചെയ്യണം എന്നത് തന്നെയാണ് എന്റെയും അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.